എന്താടാ സംഭവിച്ചത്? എനിക്ക് കോൾ വന്നു. ഗിരീഷേട്ടാ, പറ പറ. ഗിരീഷന് വേണ്ടിയാണ് ഞാൻ ഇറങ്ങാണ്ട് നിന്നത്, അറിയാവോ? ഇറങ്ങിയാ എന്നിട്ട്? ഓ അതാ ഇപ്പൊ ഇറങ്ങി. ഇപ്പൊ നിങ്ങള് ചാടിയില്ലേ? ആ. ഓ, ഞാൻ എനിക്ക് ചാടി. വേണ്ടി എനിക്ക് വേണ്ടി അത്രയൊക്കെ ചെയ്യുമല്ലേ? ഓ ഞാൻ ചോദിച്ചു കപ്പൂസിന്റെ അടുത്ത്, ഓ, നിങ്ങളെ ഇനി വല്ല അവർക്കൊന്നും ബോട്ടും എല്ലാം വന്ന് അടിച്ചു കൊല്ലണം, കോൾ നിങ്ങളെ വന്നു. നോക്കിക്കോളാൻ വിചാരിച്ച് കൂടിച്ചാടി. ഞാൻ കുഴിയിൽ അവിടെ വീഴാൻ കിടന്ന് പ്രാർത്ഥന എന്റെ നിൽക്കട്ടെ ഞാൻ ചാവാൻ വേണ്ടി. കുഴപ്പമില്ലേ? നിന്റെ റീകോള് പോയില്ലേ அப்படியெல்லாம் എൻ്റെ കൂടെ ചാടി? சொல்லக்கூடாது. അയ്യോ അറുതേ അതൊന്നും ശരിയില്ല. വലിച്ച് ഓ, പെണ്ണ് എനിക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗമാണോ സഹിക്കണേ. ഉം. എനിക്കൊരു കോൾ വന്നു, അത് എടുക്കാതിരിക്കാൻ പറ്റൂല. അതാണ്. ഒന്ന് ഞാൻ ഇപ്പം പെട്ടിയാവും, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം പെട്ടിയാ കൊണ്ടുപോയി. പെട്ടെന്ന് പെട്ടിയായിക്കോളും. എന്റെ വേണ പറ കൊച്ചിറക്ക. തോക്കായ പിന്നെ വന്നോ? ഇല്ല ഇല്ല, ഒന്നും ആയില്ല. അയ്യോ, ഒരെണ്ണായി. 30 ബുള്ളറ്റ് വന്നു. എന്താണ് ഞാൻ ഇറങ്ങിയില്ല, നിനക്ക് മനസ്സിലായത് എങ്ങനെ? നെറ്റ് ഇത് കാണിച്ച് അതീന്ന് മനസ്സിലായി ഗിരീഷേട്ടൻ എവിടെയോ പോയെന്ന്. ഗിരീഷനെ തട്ടിക്കൊണ്ടുപോയെന്ന് മനസ്സിലായി. ஒன்றும் பண்ண மாட்டாங்கடா. ஒன்றும் பண்ண மாட்டாங்கடா, காரில் எடுத்துன்னு போவாங்க. അവിടുത്തെ ജീവനം വെച്ച് കൈവച്ച് ഓടിക്കൊണ്ടിരിക്കുന്നു. ഫ്രണ്ടും ചായക്കൊണ്ടിരിക്കുന്നു. വാ വാ, അങ്ങോട്ട് പോകാൻ പറ്റൂല. എന്നാലും അത്യ ഒന്ന് ആറിന്റെ ഞാൻ സ്കോപ്പ് ഞാൻ ചാവും എടുത്ത് അല്ലെങ്കിൽ ചാവും. വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ പറയണേ. എന്തോ പറയാം. ആറിന്റെ സ്കോപ്പ്. ആറിൻ്റെ കിട്ടി. പോവാം പോവാം, നമുക്ക് പോവാം. ആ സ്കോപ്പ് ഒന്ന് ഇവിടെ കഴിക്കാൻ വല്ല ഊപ്പുണ്ടോ? നമുക്ക് വണ്ടി കിട്ടി, നമ്മളിപ്പോ അങ്ങോട്ട് വരാം. അങ്ങോട്ട് വരാൻ പറ്റൂല. അയ്യോ, അത് ആകാശത്താണല്ലേ. ഓ, ശ്ശോ. ആകാശഗോപുരം അത് നമുക്ക് കാണാൻ പറ്റൂലേ അതെവിടെയാണെന്ന്? കാണാൻ പറ്റും, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റൂല. കാണാൻ എവിടെയാ? ഞാൻ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. എന്തായാലും രണ്ടും കൂടെ ഇവിടെ ഉയരെ പഴമിച്ച് കൈ നിൽക്കാൻ നോക്കുന്നു. ഇതുകൊണ്ടൊരു എനിമി പറഞ്ഞ എനിമി അടിച്ചു അടി അടി. കൊന്നോട്ട്. നിന്റെ സെറ്റിങ്സ് കുറച്ച് മാറ്റാൻ കേട്ടോ. കൊല്ലല്ലേ, ഞാൻ ഒരു അടിച്ചിട്ടോട്ട്. അടുത്ത് വന്നടി, അടിക്കാട്ടോ, പോവാക്കുന്നു. അടുത്ത് വന്ന് അടിച്ചാലല്ലേ പോവും. അതാകുമ്പോ തന്നെ ക്യാമ്പ് ഗിരീഷ് ഏട്ടാ അവിടെ ഗിരീഷ് എണ്ണ അടിച്ച് പോകട്ട് പറ്റുമോന്നുള്ളത് അറിയില്ലേ? ആശാന്റെ നെഞ്ചത്ത് തന്നെ. അന്ന് പോവാത്ത ഗിരീഷ് ഏട്ടാ നിങ്ങള് അത് ടീമേറ്റ് പോ 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 ആയതുകൊണ്ട്. പോ. ഞാൻ അവനെ അടിച്ചേ കൊല്ലു. ഓടുത്ത് തട്ടി തോളി കയറ്റിയാ. പയ്യ വണ്ടി ഓടിച്ചു വെക്കട്ടെ, പയ്യ ഓട്ടിക്കണേ. അവൻ ചാവും വണ്ടിക്കാ വരെ. അവനെ കൊല്ലല്ലെങ്കിൽ അവന് വണ്ടി കയറ്റിക്കൊല്ലുവോ? അല്ലേ വേണ്ട, ചാവില്ലല്ലേ, ഞാൻ അവന്റെ തന്നെ കൊന്നോളാം. റബ്ബറിനുണ്ടായത്. എന്തിന് ഗിരീഷ് ഏട്ടാ? കേറ്, നിന്റെ അരിച്ചാക്കൊക്കെ എടുത്ത് ബാക്കി വൈ, കേറ്. കുത്തിയ വേണോ? കൊണ്ടുവരട്ടാ?
എന്തേ അരിച്ചാക്ക്. ഞാൻ ഇപ്പം വരും, പേടിക്കണ്ട. പെട്ടി ഇപ്പം വരും. ഓ ആ വന്നു ഇപ്പൊ വരും. നമ്മള് വന്നോണ്ടിരിക്കുന്നിടത്ത് വരണേ. ഗിരീഷേട്ട് ഇവിടെ നിർത്തും, വല്ലതും ഉണ്ടാന്ന് നോക്കാം വീട്ടില്. നമുക്ക് അടിക്കാൻ പോയാ പോരെ. ക്യാമ്പായിരുന്നു. ഓക്കെ പോവാ. നീ കൂടി പാ, പെട്ടെന്ന് അപ്പൂസെ അടിക്കാൻ പോവാ. എവിടെ വാങ്ങിയാ മതിയോ ഈവന്റ്? നീ എവിടെ ഇറങ്ങ ഇറങ്ങിക്കോ. ഓ ഈവന്റ് ഇറങ്ങ. ഈവന്റ് ഏത് ഈവന്റ് ഇറങ്ങണ? നടുക്കൊരു ഈവന്റ് അല്ലേ ഉള്ളൂ. അതെ 2-3 ഈവന്റ് ഉണ്ടല്ലേ. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ട് നാളെ പോണോ നീ? നിനക്ക് വേണ്ട, ഇനി 15-ാം തീയതി. ഞാൻ ഇന്ന് വിളിക്കാത്തതാണ്. ഞാൻ കയറി കളിച്ച്. ഞാൻ ആരെയും വിളിച്ചില്ല. കയറി കളിക്കണം. രാവിലെ റെക്കോർഡ് ചെയ്യാനാ? രാവിലെ അത് ചേട്ടന്റെ മറ്റേ 1 vs ഇട്ടേക്കുന്നത്. വലിച്ചു ആളുണ്ട്. പോയി അങ്ങ് പുഷ് ചെയ്യുക. ചാവണം ചാവട്ട്. നീ പുഷ് ചെയ്തോ. ഒറ്റയ്ക്ക് ഇറങ്ങി മറ്റേ 2 സ്കോൺ അടിക്കാൻ ഞാൻ മറ്റേ 2 സ്കോഡാ. ഓ 2-3 എന്തോന്ന് ഓടിക്കണം അങ്ങോട്ട് ഇങ്ങോട്ട്. നൈസിനോടൊന്ന് ഓടി, ജീവൻ കൊണ്ട് ഓടി. Marked a location. ആര് ബിരിയാണി തിന്ന? Watch out. എന്റെ ഈശ്വര, എവിടെ മണം? അതെ Out. ബിരിയാണി ആദ്യം വന്നതാ. ഓ ടിവിയില് കിളിയോ. ഞാൻ വിചാരിക്കുന്നത് ആര് Marked a location. ഗിരീഷേട്ടാ. ഇവിടെ ആള് നോക്കായെന്ന് നീ അറിയില്ലേ? ഇല്ല, ബിരിയാണിയുടെ മണം അടിച്ചാ പെട്ടെന്ന് ബിരിയാണിയോ? ഗിരീഷേട്ടാ, ഫുഡ് നമുക്ക് ദൈവമല്ലേ. നെയ്ഡ അല്ലാണ്ടെങ്കിൽ ഇതാ എന്റെ ഉണ്ട്. ഒരാളെ വീഴ്ത്തിയാണ്. ഇങ്ങോട്ട് വാ. ബിരിയാണി ചത്ത്. അപ്പൂസ് എങ്ങനെ Play in moderation. Take frequent breaks and play responsibly. ഞാൻ വിചാരിച്ച ആമിയായിരിക്കും ഫസ്റ്റ് വീണായിരുന്നു. ഞാൻ കണ്ടില്ല. നിങ്ങൾ ആ സൈഡ് ഓടി വന്നപ്പോ ഞാൻ വെച്ച് അവിടെ ആളില്ല, അവിടെ കൂടെ ഓടി വന്നോണ്ട് ഞാൻ ഫ്രണ്ടിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. വർണ്ണ സൗണ്ട് കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞ ബാക്ക് ഇറങ്ങാൻ. പക്ഷെ അവളെ ബിരിയാണി കഥയും കേട്ടോണ്ട് അവളെ ബിരിയാണി മറ്റേ അത് ശ്രദ്ധ പോയി. എന്റെ ശ്രദ്ധ പോയി. അത് തന്നെ ബിരിയാണി. ബിരിയാണി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ഇത് ശ്രദ്ധ പോയി. അതാണ് ഞാൻ പറഞ്ഞത്. ബിരിയാണിയിലല്ല, ആ അലച്ചപ്പോഴേ അങ്ങോട്ട് ശ്രദ്ധ പോയി. ഒരു ബിരിയാണി ഉണ്ടാക്കിയ കഥകളെ ധാരാളം ബിരിയാണി ഉണ്ടാക്കണേ.
അത് അപ്പൂസിന്റെ ആൾക്കാണ് ബിരിയാണി ടിവിയിലൂടെ കുക്കിംഗ് ഷോ അവളൊരു ബിരിയാണി. കുക്കിംഗ് ഷോ നടന്നത്. ഛെ, കണ്ടോ Watch out! ഓ എല്ലാ മൈരന്മാരും ഇവിടെ തന്നെ. നല്ല ഫുണ്ട് മര്യാദക്ക് ഞാൻ പോയതല്ലടാ. എന്തിനാ കുഴപ്പം? അത് സൗണ്ട് എന്തൊരു കാറ്റിന്റെ കാറ്റ്. എടേ ശരി അടിച്ചു. എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? പറ പറ. വാട്ട്? ഞാൻ ഇതിന്റെ ഇടയിൽ കുരുങ്ങിപ്പോയി, ആരെങ്കിലും എന്നെ രക്ഷിക്കൂ. Marked a location. നിനക്ക് തന്നെ പരിപാടി. നിങ്ങളിത് എന്തോ താത്തത് മേളിലോട്ട് ഈ സാധനം പൊങ്ങിയാ ഞാൻ ഇതിന്റെ ഇടയിൽ നിന്ന് ചിലപ്പോ രക്ഷപ്പെടും. താത്തല്ല നീ എവിടെ? എടാ ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് താണ്ടെ വീട് മാർക്ക് ചെയ്യണ്. ആ ഇപ്പൊ ഞാൻ ചത്ത് ഇവിടെ. എന്തൊരു അവിടെ ഞാൻ ചാവും ഇപ്പൊ. ചാവ് കൊണ്ടാരോ അവളെ രക്ഷിക്കാൻ പോയി തീർന്നു. രക്ഷിക്കാൻ ചാടിയത് ഈ മറ്റേ ശബ്ദം കേട്ട ആളൊന്നാ പോലെയാണ് കേട്ടില്ല. ഞാൻ ചത്തു. സന്തോഷായില്ലേ? വേഗവാ. ഓക്കെ ആളുണ്ട്. ടീഷർട്ട് എന്നാ പോയി അടിക്കേ. അങ്ങനെ പെട്ടി അലക്കാ അവനാ പോയി. ഓ മറ്റേ സാധനമായിട്ട് അമ്മമാര് വന്നു. ഇതിനകത്ത് ഞാൻ പറഞ്ഞത് മറ്റേ വാനിഷാ ആ സംഭവം കത്തി മറ്റേ ഉപയോഗിച്ചിട്ട് വന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓ അത് നമ്മളിട്ട് വർക്കാവോ? വർക്കാവും. അത് ഒരിക്കൽ എന്താ പ്രസ് ചെയ്തിട്ട് പിന്നെയും അത് എടുത്ത് മാറ്റാം. അങ്ങനെ എന്തിനാണ്? അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് കണ്ണും പിണിയൊന്നും കണ്ടുകൂടാ. എന്തൊരു ഇളക്കമായിരിക്കണല്ല ഭയങ്കര. ഇളക്കാമെങ്കിൽ ഇളക്ക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും. മാർക്ക് ചെയ്ത അവിടെ അല്ല, ഈവന്റില് പറഞ്ഞ ഈവന്റില് ആളുണ്ടാ. നേരത്തെ അടിപൊളി കളിയായിരുന്നു, പക്ഷെ ജസ്റ്റ് മിസ്സായി. അപ്പൂസിന്റെ വീട്ടിൽ നിന്ന് ബിരിയാണി കഥ കേട്ടതാണ് പെട്ടുപോയത്. ആ 3 പേരെ അടിച്ചെങ്കിൽ ആ ലാസ്റ്റ് ഒരുത്തായിരുന്നു ഗ്ലേസിയർ. ചേട്ട ഒരു സ്കിൻ എടുക്കാത്തത് പൈസ നിന്റെ അപ്പൂപ്പൻ തരുമോ? അത്രക്ക് നല്ല പൈസ ആവുമോ? പൈസ ആവില്ല. എന്നാലും എത്ര രൂപയാവും ചേട്ടാ? പറഞ്ഞു വിടറേ, എനിക്ക് അതിന്റെ കണക്കെന്ന് പറഞ്ഞോളൂ. ഒരു 300 രൂപ കൊടുത്തു റോയൽ പാസ് അപ്ഗ്രേഡ് ചെയ്യാം. അവള് പറഞ്ഞ പൈസ അത് കിട്ടിക്കൊണ്ടിരിക്കും. ഗ്ലേസിയർ അത് നിനക്ക് ഗണ്ണ് കിട്ടണം. ഗണ്ണ് കിട്ടിയിട്ടേ കാര്യമുള്ളൂ.
അതൊരുപാട് കടമ്പകളുണ്ട്. നിനക്ക് ഇനി കേസ് കിട്ടൂല, ഇനി കിട്ടൂല കേസ്. അത് ആ ഈവന്റ് കഴിഞ്ഞു പോയി ആ സമയത്തുള്ളത്. കേസ് വാങ്ങാം. പക്ഷെ അത് കൊള്ളാം, അവരെ അടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കിളങ്ങത്തില്ലേ? കേസ് വാങ്ങുന്ന 50,000 60,000 മുടക്കേണ്ടി വരും. എത്ര മുടക്കുള്ളൂ? മതിയല്ല, അത്രേ ഉള്ളൂ, കുറച്ച് പൈസ ഉള്ളൂ. എൻ്റെ കുടുംബം നിനക്ക് വിൽപ്പിക്കണം, എന്നിട്ട് എന്നെ ഞാൻ തെണ്ടത് കാണണം. പക്ഷെ ഒരു തവണ ഇതിൽ പൈസ ആഡാക്കി കഴിഞ്ഞാൽ പിന്നെ പൈസ കിട്ടിക്കൊണ്ടിരിക്കും. അത് വേറെ കേസ്. അത് നോക്കി ഉപയോഗിക്കണം. അതെങ്ങനെ കിട്ടണ? അത് നമ്മൾ ഈ ആർപിയില് താഴെ യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. பெரிய பொடிங்கியா நீ? சரி, தமிழ் பொண்ண உனக்கு ஒன்னும் சாவதுக்கு. വാ വാ വാ, വണ്ടി എടുത്തോ വണ്ടി. ഓക്കേ, ആ ബാക്കിലുണ്ട്, തിരിഞ്ഞു നോക്ക്. അതന്നെ വെളിയില് എവിടെ അടിയടാ. ഇത് വെളിയിൽ പോണ വഴിയല്ല. ആ ഓക്കെ, വണ്ടി എടുത്തോ, ഒരു ഒട്ടകം എടുത്തോ അവിടുന്ന്. ഇവിടെ അടിയായിട്ട് വീഡിയോ ഉണ്ടല്ലോ മാര്. വീഡിയോ ഉണ്ടോ? വന്നിറങ്ങി കേട്ടോ. ഏതൊരു മോളീന്ന് ഡേ ഇത് ചെയ്യാമോ? വേറെ വന്നിറങ്ങി. ഇപ്പൊ കിട്ടാം. ഓ, ഞാനിക്കൂടെ ഇനി ചാവോ? കണ്ണ് ലോഡ് ഞാൻ പെട്ടല്ലോടാ, എന്തിയോടെ അടി. പുറത്തിറങ്ങത്തോടാ. നീ വണ്ടി ഓട്ടോ എടുത്തോണ്ട് പോ. പുറത്തിറങ്ങല്. അല്ലെങ്കിൽ ഓട്ടോ കിടത്തൊന്ന് റീകോൾ ചെയ്യാൻ പോ. കിട്ടി. ചാടല്ലേന്ന് പറഞ്ഞ ഒട്ടകത്തിൽ പോവാനല്ലേ പറഞ്ഞോ? ചാടല് നോക്കട്ടെ, ഞാൻ പോവാൻ പറ്റുമോ? ഇന്ന് അടി വന്നേ. അയ്യോ, അലക്കാ ഓപ്പൺ ആയി പോയി. ഈവന്റോട് ശ്രദ്ധിച്ചോളെ, ആളൊന്നും മറ്റേ മറന്നു. മൈക്ക് അങ്ങ് ഫുൾ ഓൺ ആക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ഞാനാ? ആ, അല്ലാണ്ട് ഒറ്റയ്ക്ക് കളിക്കുന്ന സമയത്തെ മൈക്കിന്റെ ഓപ്ഷൻ ഓള് കൊടുക്കോ? ഇല്ല, ഓഫ്. ഓള് കൊടുക്കും, ഓള് കൊടുത്തിട്ട് ഓഫ്. മറ്റേ എന്റെ മൈക്ക് ഓഫ് ആകും. സഹായിക്കൂ. അടിപൊളി പാട്ട്, നല്ല പാട്ട്. ആര് കുട്ടു വന്ന് കെട്ടിപ്പിടിക്കണമെന്നാണ്? ആര് വന്ന് അയ്യോ, അത് വേണ്ടപ്പ. ആര് വന്ന് കെട്ടിപ്പിടിക്കണം? ആരും പിടിക്കണ്ട, പിടിച്ചെടുത്തോളം മതി. ഞാനൊരു ബ്രോക്കൺ ഹാർട്ടായി. അതൊന്നൊരു റീല് കണ്ടപ്പോഴത്തേക്കേ അതില് ആന വന്ന് നിക്കുന്നു റോഡില്. അപ്പൊ അതില് അവർക്ക് എങ്ങനെ പോണോന്ന് അറിഞ്ഞൂടാ.
ഗണ്ണ് ആ സമയത്ത് ലോഡാവേ ഇല്ല. എന്തിനും മറ്റടുത്ത് ഗണ്ണാണ്. ആമി ചത്ത ഇല്ലേ, ഉണ്ടല്ലേ എന്റെ ഇല്ല. കാലിനെ പോലെ. ആളോടി വന്നു. ഇല്ല, ഇനിമിയുണ്ടല്ലോ അടുത്ത്. എന്റെ അടുത്ത് എന്റെ അടുത്ത്. ഞാൻ പറ്റത്ത ഓ മയില് ആമി ചാടാൻ പറ്റുമോ? ഇറങ്ങാൻ പറ്റുമോ എൻ്റെ അടുത്തോട്ട്? നോക്കി പറഞ്ഞേ. പാരച്ചൂട്ട് കയറ, പാരച്ചൂട്ട് കയറ. നേരത്തെ അടിച്ച അവിടെ വേറെ അടിയായി. ഷോട്ട് ഗണ്ണ് ബുള്ളറ്റില്ല. Watch out! അവിടെ കവറിലില്ലാതെ എടുത്ത് ചെന്ന് കിടക്കല്ലേ. ഇവിടെ അടുത്തവിടെ ആളുണ്ടല്ലോ. തെണ്ടികൾ എന്തിനീ ഗ്രനേഡ് വാരി ഇങ്ങനെ എറിയണെന്ന് മനസ്സിലാവുന്നില്ല. കുമ്പിടി എൻ്റെ കൂടെ പറഞ്ഞെങ്കിൽ വാ. എന്നാ നീ പെട്ടി തുറന്നോണ്ടിരിക്കണം. എൻ്റെ വെട്ടി ഇപ്പം തുറക്കാം നിനക്ക്. ഇവിടെ ഉണ്ട്, ഫ്രണ്ടിൽ വാലിൻ്റെ അവിടെ ഉണ്ട്. കണ്ട് 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 ആ രസമായിട്ട് എന്നെ വേണല്ലോ. കൊല്ലാൻ നോക്കി ഗിരീഷേട്ടാ. നിൻ്റെ അടുത്തോട്ട് പറഞ്ഞുണ്ട്. കണ്ണപ്പട്ട് മൈൻഡ് കത്തോറ ഓ ലൈവാ അടിക്കായിരുന്നു. അവന്മാർ ഇൻവിസിബിൾ ഇടണോണ്ട് ഒരു സംഭവം നടക്കില്ല. അതെന്താ അങ്ങനെ അവർക്ക് മാത്രം? അവർക്ക് മാത്രമല്ല, മറ്റേ നീല കത്തിയും മഞ്ഞ കത്തിയും ഉണ്ട്. അത് മഞ്ഞ കത്തിയിട്ട നോക്കായ അവിടെ തന്നെ കിടക്കും. നോക്കാവും മുമ്പേ നമ്മൾ നിന്നെടുത്ത് തന്നെ എവിടെ നിന്നാണോ പോയാൽ അവിടെ തന്നെ വരും. നീല കത്തിയാണെങ്കിൽ നമ്മൾ നോക്കായാലും തിരിച്ചു വന്നിട്ട് നമുക്ക് ഹീലടിക്കാം. നമ്മൾ നിന്നെടുത്ത് അത് പ്രസ് ചെയ്ത്. ക്യാൻഡി എന്ത് അങ്ങ് മാർക്ക് ചെയ്ത? ക്യാൻഡി എവിടെ ഇറങ്ങാം?
അവിടെ ഇറങ്ങണ്ടേ, നമുക്ക് ഇവിടെ ഇറങ്ങാം. അവൻ റീകോൾ ചെയ്യാം. കേട്ടാ? ആ അവൻ അടിക്കുമ്പോൾ ഫുള്ള് തിളങ്ങണ്, ഒന്നും പിടിയിട്ടില്ല. ഞാൻ വിചാരിച്ചു മറ്റേ ഇൻവിസിബിൾ ഇട്ടോണ്ട് വന്നോണ്ട് തിളങ്ങണേന്ന്. മറ്റേ സ്കിന്നുണ്ട് AKM-ന്റെ. അതും വേറൊരു പ്രശ്നമുണ്ട്. നിന്നെ അവിടുന്ന് മോളിൽ നിന്ന് അടിച്ചില്ലേ, അവ എന്നെ അടിക്കുമോ എന്നുള്ള ഇതിലാണ് ഞാൻ കയറി അടിച്ചത്. അതുകൊണ്ട് അടി എനിക്ക് ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് അടി ഞാൻ പ്രതീക്ഷിച്ച പോലെ കിട്ടിയില്ല. അപ്പോൾ ഒറ്റയ്ക്കുള്ളതായിരുന്നു. മറ്റേ കത്തി നിനക്ക് വഴിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതിട്ട് കയറിയ നിനക്കും ഇതേപോലെ അടിക്കാം. എവിടെ തള്ളേതോ വണ്ടി പോകണം. നീ എവിടെ ഇറങ്ങിയാമി? അവിടെ വണ്ടിയുണ്ട്, ദോ പോണം കണ്ടോ. നീ വണ്ടി എടുത്തണ്ടേ അപ്പൂസേ? ഇവിടെ നമുക്കൊരു വണ്ടി പോയ അവിടെ മൊത്തം ആള്, അവിടുന്ന് ഇവിടെ നിന്നപ്പോ ഇവിടെ ആള്. എന്തിനത് ഈ ഇവന്റില് ആളുണ്ടോന്ന്. ഒരു വണ്ടി അങ്ങോട്ട് വന്നു നിന്റെ ഭാഗത്തോട്ട്. ഒരു ബഗ്ഗിയാണ്, രണ്ടുപേരാണ് എന്റെ ഭാഗത്തോട്ടാ. അങ്ങോട്ട് വന്നു അല്ലേ ആമി? നീ കണ്ട? പക്ഷെ അപ്പൂസിന്റെ വണ്ടി ഉണ്ടല്ലോ, പെട്ടെന്ന് വരാല്ലോ അവന്. നീ കയറി, ഈ വണ്ടി പോയി അടിക്കാം. റീകോൾ ചെയ്തോളൂ. എടി പൊട്ടി, ഞാൻ നിനക്ക് പറഞ്ഞിടാതാ. ഞാനാണ് എന്നെ അടിച്ചത്. എൻ്റെ അടുത്ത് എത്തി വന്നു, ഞാൻ വന്നോണ്ടിരിക്കുന്നു. ഇല്ല, ഇവിടെ കൂടെ ലൂട്ട് ചെയ്തിട്ട് പോവാം. ഒരു തോക്കുണ്ടെങ്കിൽ നല്ല രക്ഷയുള്ളൂ, അല്ലെങ്കിൽ അവന്മാര് അപ്പൂസിന്റെ അടിയൊക്കെ എവിടെ പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മ്ലേച്ഛകര. ആ വണ്ടി തന്നെ. വാ വാ, അപ്പം അവന്റെ കൂടെ പോവാ. വാ. ഇപ്പോഴും പറഞ്ഞ എന്നാ ഞാനും ആലോചിക്കണം. ആളടിച്ചോ? ആള് അവനടിച്ചില്ല, അടി അങ്ങോട്ട്. വണ്ടി കയറ്റിക്കൊല്ലോ. എന്തിനു കാണിക്കുന്നത്? വണ്ടി കുത്ത മറയാനാ. എന്തോ പറ്റിയ ഇന്നലെ കണ്ട ആമിയല്ലേ, ഇന്ന് ആമിയല്ല കളിക്കണെന്ന് തോന്നുന്നു. ആമിയല്ല, സോറി, പഞ്ചാബി. ഒരു മൈരന്മാരും എന്തുണ്ട് ചാടണ? അറിയാണ്ട് ചാടിപ്പോയത്. പോയി വീണുപോയി. ഈ കത്തിയാണ് ഞാൻ പറഞ്ഞ സാധനം. ഇത് മഞ്ഞ കത്തി. ഇത് മഞ്ഞ കത്തി. നീല കത്തിയുണ്ട്. നീല കത്തി എടുത്ത ഉണ്ടെങ്കിൽ അടുത്ത ഇവന്റിൽ എന്തിനു കൊണ്ടുവരുമോ? ഞാൻ പറയില്ല ആ സാധനം.
ഞാൻ കേക്കുമ്പോ നേട് പറഞ്ഞ ആമി ചത്തില്ലെങ്കി കമ്മ ഉണ്ടെന്ന് പോവാം ലൈവ് ആരാൻ്റെ അടി അവനെ ഞാൻ അവൻ്റെ മറ്റേ ഇതിട്ടോണ്ടാണ് അവനെ അടിക്കാൻ പറ്റാത്ത. എനിക്കും കിട്ടിയില്ല. പോവാ അമി വാ ഇത് കേറി കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഇത് ഇറങ്ങാനുള്ള വഴി കണ്ടുപിടിക്കാനാണ് പാട്. ബാഗ് കിട്ടിയില്ലേ? ഇനി ബാഗൊന്നും വേണ്ട. ഇത്രയും ബാഗ് കിടന്നിട്ടുള്ള കണ്ട് പൂച്ചു. നീ വാ വെളിയിറങ്ങിയോ? അപ്പുറത്തൂടെ വാ. ഇറങ്ങി വന്നു. ഏത് സൈഡ്? ഇപ്പുറത്തെ സൈഡ് തന്നെ. മൂന്നാമത്തെ ലെവല് ബാഗ് കിട്ടിയിരുന്നെങ്കിൽ വണ്ടി അടിച്ചോണേ നിങ്ങള്? വണ്ടിയില്ല. ഇന്ത്യയിലാണ് പ്രതീക്ഷ മുഴുവൻ. ആമി അടിക്കും. ഓ പക്ഷെ ഒരേ ഒരു വട്ടം ഞാൻ ഗിരീഷന്റെ കൂടെ പോയി പഠിച്ചോളൂ. അത് അടിപൊളി അടിയായിരുന്നു. ഞാൻ ഒരിക്കലും അത് മറക്കൂല ആ ഒരു കളി. എന്റെ പഴയ കളിയൊന്നും തിരിച്ചു കിട്ടില്ല. സത്യം പറഞ്ഞ പഴയ കളി പഴയ ഫോണിൽ ഇതിനങ്ങാട്ട് കളിക്കുക. കോൾ വന്നാൽ പോലും വൈപ്പ് ചെയ്യും. എടാ ആളല്ല ബോട്ടാണടാ. ആരായാലും പോണല്ല കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വിടല്ലേ. പാലം കളക്കേണ്ടി വരുമോ? മിലിറ്ററി ബേസ് ആണെന്ന് തോന്നുന്നു. ഓ ഇതെന്തോ ഒരുമാതിരി ചുഴി പോലെ കാണിക്കുന്ന ഇതില്. അവിടെ പോയി കഴിഞ്ഞാൽ വല്ലതും കിട്ടും. ആളുണ്ടോന്നോ? എന്തായാലും നമ്മൾ പൊരുത്തി ജയിക്കും. നമ്മള് വിൻ ചെയ്യും. ഫൈറ്റ് ചെയ്ത് ജയിക്കും. ആയിക്കോട്ടെ. അതിന്റെ ഇടയിൽ എല്ലാം വരും. അല്ലെങ്കിൽ ഒഴുത്തന്നെ വരും. ലാസ്റ്റ് ഒരു ചെറിയ സോണാകുമ്പോ എല്ലാം കൂടി കയറി വരും. അടിക്കണേ ആളെ പറഞ്ഞു. അടിയാ ലാഗ് അടിക്കണേ. മലയുടെ മേളിലാണ് അടി വന്നു. മിലിറ്ററി ബേസ് തന്നെ എല്ലാം മിലിറ്ററി ബേസിലായിരിക്കും. വണ്ടി കിടക്കണ അത് തന്നെ ആ മലയുടെ വണ്ടിയിൽ ആള് കാണും. ഫ്ലൈറ്റ് വന്നിറങ്ങണ ഒരു ഫീല്. വണ്ടി പോണ അടി താഴെ കൂടെ അടിച്ചിട്ടും കാര്യമൊന്നുമില്ല. അടിച്ചോ ബാക്കിന്ന് വണ്ടി പറഞ്ഞു. ഇല്ലല്ലോ വണ്ടി അവിടെ മലയില ആ ഫ്രണ്ടില് വണ്ടി പോയി. ഇവിടെ ചവിട്ടിയ
Marked a location. അയ്യോ ഇപ്പൊ കത്തേ അപ്പൂസ വണ്ടി ഓട്ടും. സ്കോപ്പ് ഉണ്ടോ? സ്കോപ്പ് സ്കോപ്പ് സ്കോപ്പാ ഇന്നാ 3 മതിയാ? മതി 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 ധാരാളം ധാരാളം. 6 എടുത്ത് ഞാൻ പറഞ്ഞ വഴിക്ക് കളഞ്ഞു. മറ്റേ വണ്ടി വരണുണ്ടേ വെള്ളത്തിൽ കരയിലും വെള്ളത്തിലും മാത്രം പോകാൻ പറ്റണ വണ്ടി. അങ്ങോട്ട് ഇവിടെ പോയി. എന്താണ് നമ്മള് റിജ്ജ എന്താണ് അകത്ത് അകത്ത് ആമി അകത്ത് 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 കയറ്. അടി വാങ്ങട്ടെ അകത്ത് കയറ്. വാതിലൊന്നും ഇല്ലേ? അതെ ചേച്ചി നോക്കിട്ടാണ്. അത് നിർത്താൻ പറ്റൂല അവിടെ വേറെ താഴെ നോക്കിയാ ചെയ്യുന്നു. വണ്ടി വന്ന് നമ്മളടുത്ത് വണ്ടി എത്തേ. പേടിച്ചു ചേർക്കാ. ചേട്ടന്റെ 3 ഗ്രനേഡ് ഉണ്ട്. പക്ഷെ ഇറങ്ങിയ ഗ്രനേഡ് ഇട്ട് ചാവും. എടാ ആരടാ ഗ്രനേഡ് ഇട്ടാ? അവിടെ നേരത്തെ ഒരു ബോംബ് ഇട്ടിട്ട് ആ ബോംബ് എന്റെ ഫ്രണ്ടിൽ വന്ന് വീണ് ചത്ത്. അത് വീണല്ല ചത്ത, പക്ഷെ അവൻ എന്നെ അടിച്ച് ബോംബും പെട്ടുപോയി. അവന് നിൽക്കുന്നു ഫ്രണ്ടിൽ.